നമസ്കാരം. കേരള സമ്മിറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അന്തരീക്ഷം നിറയെ തെരഞ്ഞെടുപ്പ് ആവേശമാണ്. മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന കേരളത്തിൽ രണ്ടാം ഘട്ടത്തിലെത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. തെരഞ്ഞെടുപ്പ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്, കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പരിശോധിക്കുകയാണ് കേരള സമ്മിറ്റ്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എസ് കെ സജീഷ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ, നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്, ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, പ്രൊഫസർ മുഹമ്മദ് റഷീദ്, അദ്ദേഹം HOD ആണ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഫറൂഖ് കോളേജിലെ. അപ്പോൾ ഒരു കൂട്ടം പ്രേക്ഷകരും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ടി പി ജയചന്ദ്രൻ, തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ ഏതാണ്ട് എത്തുകയാണ്. എന്താണ് രാജ്യം ഏറ്റവും പ്രാധാന്യത്തോടെ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വികാരം എന്ന് വിചാരിക്കുന്നു താങ്കൾ? വികാരമെന്ന് ഞാൻ പറയുമ്പോൾ ഏത് വിഷയത്തെ മുൻനിർത്തിയാണ് ഇത്തവണ, അങ്ങനെ ഒരു സ്പെസിഫിക്കായ വിഷയമുണ്ടോ? ഉണ്ടെങ്കിൽ ഏതിനെ മുൻനിർത്തിയാണ് രാജ്യം ഇത്തവണ വോട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ? അതിനൊപ്പിച്ചാണോ നിങ്ങളുടെ പ്രചാരണവും? ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ബഹുഭൂരിപക്ഷം കാലവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഭരിച്ചു. അഴിമതിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊടികുത്തി വാണു. നിരവധി മോഹന വാഗ്ദാനങ്ങൾ നൽകി, അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ 15 വർഷക്കാലത്തെ വികസനം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ജനങ്ങളിലേക്ക് നമ്മൾ വോട്ട് ചോദിച്ചിറങ്ങിയത്. തെരഞ്ഞെടുപ്പിന് നമ്മൾ നൽകുന്നത് ഭാരതത്തിൻ്റെ വികസനമാണ്. അന്താരാഷ്ട്ര രംഗത്തും ദേശീയ രംഗത്തും നേടിയ മുന്നേറ്റമാണ് ഓരോ വോട്ടറുടെയും മനസ്സിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. പ്രതിരോധ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം എന്നതിലാണ് ഊന്നലെന്നാണ് താങ്കൾ വ്യക്തമായി പറയുന്നത്. വികസനം, പ്രതിരോധം, ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിലില്ലായ്മയുടെ പരിഹാരം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. തൊഴിലില്ലായ്മയുടെ പരിഹാരവും അതിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സർക്കാരിന് തന്നെ കണക്കുകൾ പറയുന്ന റിപ്പോർട്ടുകൾ നിങ്ങളുടെ പ്രശ്നമല്ല. സർക്കാരിൻ്റെയോ ഇവിടുത്തെ ഏജൻസിയുടെ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇത് അനുഭവിക്കുന്ന ജനതയുടെ വികാരമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ നയമെന്ന് പറയുന്നത് അഭ്യസ്ത വിദ്യരായ അന്താരാഷ്ട്ര നിലവാരമുള്ള ചെറുപ്പക്കാരെ തൊഴിലന്വേഷകരെന്ന നിലയിൽ നിന്നും തൊഴിൽ ദാതാക്കളായ നിലയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ ആയാലും സ്റ്റാൻഡപ്പ് ഇന്ത്യ ആയാലും മുദ്രയായാലും ആ നിലയിലൂടെ കോടിക്കണക്കിന് തൊഴിലവസരം സൃഷ്ടിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ എന്തിനേറെ കേരളത്തിൽ തന്നെ എടുത്തു കാണിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അത്തരം ചില അവകാശവാദങ്ങൾ താങ്കൾക്കുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണെന്നും അതിനിർണായകമായ രാഷ്ട്രീയ സന്ധിയിലാണ് രാജ്യം നിൽക്കുന്നതെന്നും പറയുകയാണ് നിങ്ങൾ. നിങ്ങൾ എന്നിട്ട് മതേതര ഭാരതത്തോട് പറയുന്നു ഞങ്ങളെ അധികാരത്തിലെത്തിക്കും, ഞങ്ങൾക്കാണ് ഇതിൽ രക്ഷ നൽകാൻ കഴിയുക എന്ന്. ഞങ്ങൾ ജയിച്ചാൽ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ സാക്ഷി മഹാരാജ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ 5 വർഷം കൊണ്ട് ഒന്നും നേടാനില്ലാത്ത ഗവൺമെന്റ് എന്ന് മാത്രമല്ല, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ നോട്ട് നിരോധനം, GST ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, അസംഘടിത തൊഴിലാളികൾ, ചെറുകിട വ്യവസായങ്ങൾ, തൊഴിലവസരങ്ങൾ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. സ്വച്ഛ ഭാരതിൽ തുടങ്ങി അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രകടനം. അതാണല്ലോ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്നത്. ഞങ്ങൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് മതേതരത്വം നിലനിർത്തണം, ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടമാണിത്. ആ സമയത്ത് തന്നെ ഇന്ത്യ രാജ്യത്തെ അവസാനത്തെ ആളെയും പട്ടിണി ഇല്ലാതാക്കണം. 20% 100% നിന്ന് 20% എത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് മിനിമം വേതനം കൊടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇന്ത്യ രാജ്യം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാവണം. ലോകത്തെ പല രാജ്യങ്ങളിലും അവിടെയുള്ള പൗരന് ഭക്ഷണം കൊടുക്കാൻ, ആരോഗ്യം കൊടുക്കാൻ, വിദ്യാഭ്യാസം കൊടുക്കാൻ സർക്കാർ തയ്യാറാവുന്ന സമയത്ത് ഇന്ത്യ രാജ്യം അതിലേക്ക് എത്തണം. അതിന് ഉത്തരവാദിത്വം ഗവൺമെന്റ്. ശരി, ഓക്കെ. നോക്കൂ സജീഷ്, ഇവിടെ ഈ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം നമുക്കറിയാം. ഇവിടുത്തെ ഒരു മഹാഭൂരിപക്ഷം ആളുകളും ഒരു മതേതര ചേരിക്കൊപ്പം നിൽക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ തന്നെയും ആളുകളെ സമീപിക്കുന്നത്. അപ്പോൾ പറയുന്നത് BJP സർക്കാരിനെ മാറ്റി നിർത്തി ഒരു മതേതര സ്വഭാവമുള്ള സർക്കാരിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം. അതാണ് അതിനകത്ത് ഏറ്റവും പ്രായോഗികമായി ഇടപെടാൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി മാറുക, അവരെയാണ് ഗവർണർ പ്രസിഡന്റ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടി വിളിക്കുക. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ മതേതര ചേരിക്കൊപ്പം നിൽക്കുന്ന വിവിധ ആളുകൾ നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടാലും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കോൺഗ്രസിനെയാണ് എന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ നിങ്ങൾ എങ്ങനെ മറികടക്കും? അതൊരു പ്രധാനപ്പെട്ട വാലിഡ് ആയിട്ടുള്ള ഒരു പ്രചരണമാണല്ലോ. അതിശക്തമായ തീവ്രവർഗീയതയും ദേശീയ വികാരവുമെല്ലാം കപടമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ നല്ലവണ്ണം BJP കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ BJPയുടെ നയങ്ങളാണ് അവരെ ജനങ്ങളിൽ നിന്നും അകറ്റിയത്. ആ നയങ്ങൾ കോൺഗ്രസിൻ്റെതായ നയങ്ങൾ തന്നെയാണ്.
കോൺഗ്രസും BJPയും നടപ്പിലാക്കിയ നയങ്ങളൊന്നു തന്നെയായിരുന്നു. ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും അതെല്ലാം കോൺഗ്രസ് തുടങ്ങി വെക്കുകയും BJPയിൽ അവസാനിക്കുകയും ചെയ്ത നയങ്ങളാണ്, നവലിബറൽ നയങ്ങളാണ്. ആ നയങ്ങളുടെ വക്താക്കൾ കോൺഗ്രസ് ആണ്. കോൺഗ്രസിനേക്കാൾ ശക്തമായി ഈ രാജ്യത്ത് BJP അത് നടപ്പിലാക്കുന്നു. പിന്നീട് ഈ രാജ്യത്തെ കർഷകരോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ പ്രതിസന്ധി അനുഭവിക്കുന്നു. തൊഴിൽ നിയമങ്ങളെല്ലാം മാറ്റി എഴുതി മുതലാളിമാർക്ക് വേണ്ടി BJP സ്ഥിരം തൊഴിലവകാശം പോലും ഇല്ലാതാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെയെല്ലാം അനുകൂലിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നയങ്ങളെ എതിർത്തിട്ടില്ല. എന്നിട്ട് കോൺഗ്രസ് പറയുന്നു ഏറ്റവും വലിയ കക്ഷിയാവാനും ഗവൺമെന്റ് ഫോം ചെയ്യാനുമുള്ള ശേഷി ഞങ്ങൾക്കേ ഉണ്ടാവൂ, നിങ്ങളെന്തിന് CPIഎമ്മിന് വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കണമെന്നാണ്. 2004 തെരഞ്ഞെടുപ്പ് ഇതേ സാഹചര്യത്തിലായിരുന്നു. അന്ന് BJP വീണ്ടും വരുമെന്ന് അവർ പോലും കരുതാത്തതുകൊണ്ട് കഴിയുന്ന സാഹചര്യത്തിൽ മുഴുവൻ ചെയ്യുക എന്നൊരു സമീപനം പോലും അന്നെടുത്തിരുന്നു. ഇന്ന് അവർ കുറച്ചുകൂടി സമയം ബാക്കി വെച്ച് ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇതേ വികാരമായിരുന്നു രാജ്യത്ത് ഉയർന്നത്. അന്നും കോൺഗ്രസ് പറഞ്ഞത് എന്തായിരുന്നു? കോൺഗ്രസും UDFും പറഞ്ഞത് ഞങ്ങൾ ഒറ്റക്കക്ഷിയെ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇവിടെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുമെന്നായിരുന്നു. പക്ഷേ അതായിരുന്നില്ല സാഹചര്യം. കോൺഗ്രസ് ആയിരുന്നില്ല ഒറ്റക്കക്ഷി. അവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി BJPയെ ക്ഷണിച്ചിട്ടില്ല. അവിടെയാണ് കരുത്തുള്ള ഇടതുപക്ഷം പറഞ്ഞത് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. എന്തിന്? BJPയെ, വർഗീയതയെ ചെറുക്കാൻ. പക്ഷേ പിന്തുണയ്ക്കുമ്പോൾ BJP തോൽക്കാനിടയാകുന്ന നിങ്ങളുടെ നയം തിരുത്തണം. ആ നയം തിരുത്തിക്കൊണ്ട് ഒരു പൊതു മിനിമം പരിപാടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. കറക്റ്റീവ് ഫോഴ്സായി നിന്നു. മാത്രവുമല്ല, ആ പൊതു മിനിമം പരിപാടിയുടെ വിവിധ അജണ്ടകൾ, അതാണ് പിന്നീട് രണ്ടാം UPA ഗവൺമെന്റിന് പോലും വരാനിടയായ ഒരു പൊതുമുഖം കോൺഗ്രസിന് പോലും ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ നയം കൊണ്ട് ഈ രാജ്യത്ത് BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയില്ല. അതിലൊരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പോൾ പ്രതീക്ഷയോടുകൂടി മധ്യപ്രദേശിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. അധികാരത്തിൽ വന്ന് BJP ചെയ്യുന്നതിനപ്പുറത്തേക്ക് 3 മുസ്ലിം ചെറുപ്പക്കാരെയാണ് പിടിച്ച് പശുവിൻ്റെ പേരിൽ ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലിട്ടത്. ഇത് ഏതെങ്കിലും മനുഷ്യർ മധ്യപ്രദേശിൽ പ്രതീക്ഷിച്ചതാണോ കോൺഗ്രസിൽ നിന്ന്? കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 20 LDFിന്റെ MPമാരും വീട്ടിൽ നിന്ന് പോയി MP ക്വാർട്ടേഴ്സിൽ താമസിച്ച് പാർലമെന്റിലേക്ക് പോകും. ഒരാൾക്കും റിസോർട്ട് വേണ്ടി വരില്ല. ഒരാളും BJPയുടെ പക്ഷത്തോട്ട് പോവുകയുമില്ല. അത് ഉറപ്പാണ്. അതെല്ലാവർക്കും പാലിക്കാൻ കഴിയുന്നതുമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ മുഹമ്മദ് റഷീദ്, നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയം കുറേ ആളുകൾ പറയുന്നു, സൈന്യത്തിൻ്റെ മുന്നേറ്റം, ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ നമ്മൾക്കുണ്ടായിട്ടുള്ള വലിയ ഔന്നത്യം പോലുള്ള വിഷയങ്ങളുമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഇന്ത്യ പോലെ ഒരു 3ാം ലോകരാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടത് സാമ്പത്തികമായി, വ്യക്തികളുടെ സാമ്പത്തികമായ ഭദ്രത, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഭദ്രത എന്നീ കാര്യത്തിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു, എത്രത്തോളം നമ്മൾ ആ കാര്യത്തിൽ സേഫാണ് എന്നത് ഡിസ്കസ് ചെയ്യപ്പെടണമല്ലോ. അത്തരമൊരു ചർച്ച വന്നാൽ വസ്തുതാപരമായി നമ്മൾ എവിടെ നിൽക്കുന്നു, അതിൽ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വിചാരിക്കുന്നു താങ്കൾ? ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും 3 വിഷയങ്ങളെ ഊന്നി സംസാരിക്കണം എന്നാണ്, അല്ലെങ്കിൽ അതായിരിക്കും പ്രധാനപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ വിഷയം അസമത്വം അതിൻ്റെ അറ്റ്മോസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോഴുള്ളത്. രണ്ടാമത്തത് കാർഷിക മേഖല, അതായത് അടിസ്ഥാന സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മേഖല മുഴുവനായിട്ടും കൃത്യമായ ഒരു റീവാമ്പിങ് നടത്താൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. പോരാത്തതിന് പോവർട്ടി, പല കണക്കുകളും കാണിക്കുന്നത് 55% കുടുംബങ്ങളും 35 രൂപ കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള പല കണക്കുകളും, ഔദ്യോഗികമായതും അല്ലാത്തതുമായ പല കണക്കുകളും വെളിവാക്കുന്നത് സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് എന്നുള്ള നിലയിലാണ്. ഈ 3 പ്രധാനപ്പെട്ട ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് സാമ്പത്തിക നയങ്ങളെ ഏകീകരിക്കുകയോ അതല്ലെങ്കിൽ അതിന് വേണ്ട അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഒരു ഗവൺമെൻറ് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വളരെ ആശങ്കയോട് കൂടിയാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ദാരിദ്ര്യം കുറയുന്നതിന് വേണ്ടിയുള്ള, ഇപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് എന്നുള്ള നിലയിൽ ആളുകൾ പൊതുവെ വിലയിരുത്തുമെങ്കിലും ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളിലേക്ക് പൈസ എത്തുമ്പോൾ അത് 2 തരത്തിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അത് ഒന്ന്, ആളുകൾക്ക് അവരുടെ ക്രയവിക്രയ ശേഷി വർദ്ധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. അത് വർദ്ധിക്കുന്നത് റൂറൽ ഏരിയയിലുള്ള ഗ്രാമീണ മേഖലകളിലെ ബിസിനസ് ആക്ടിവിറ്റീസിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും അതുവഴി തകർന്നു കിടക്കുന്ന കാർഷിക മേഖലയെ മെച്ചപ്പെടുത്താനൊക്കെ കഴിയുമെന്നുള്ള ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിലൊരു വിലയിരുത്തലാണുള്ളത്. അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോഴും
നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കുന്നത്, ഗുണഭോക്താക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, അവരുടെ ക്രൈറ്റീരിയ എന്താണ്. വരുമാനം തന്നെ സ്ഥിരമായിട്ടുള്ള വരുമാനമുള്ള ആളുകളാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഇപ്പോൾ കാർഷിക വിളവെടുക്കുന്ന സമയത്താണെങ്കിൽ സ്വാഭാവികമായും വിളവിൽ വ്യത്യാസങ്ങളുണ്ടാവും, അതേപോലെ തന്നെ അവരുടെ വരുമാനത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ 6000 രൂപ മിനിമം എന്ന് കണക്കാക്കി ഒരു 6000 കൂടി ഒരു ടോപ്പപ്പ് എന്നുള്ള നിലയിൽ 12000 ആക്കുകയാണെങ്കിൽ അത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് ഫിക്സ് ചെയ്യുക, എങ്ങനെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, അത്തരത്തിലുള്ള മേജറായിട്ടുള്ള ഇഷ്യൂസൊക്കെ ആ ഒരു സ്കീമിനെ പെർട്ടിക്കുലറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രൈമറിലി അസമത്വം കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള, കാർഷിക മേഖലയുടെ ഉന്നതിക്ക് ആവശ്യമായിട്ടുള്ള, പോവർട്ടി കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോളിസികൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മോദി എപ്പോഴും പ്രസംഗിക്കുന്നത് നമ്മൾ ലോകത്തിന് മുൻപിൽ ഒന്നാമതെത്തി, നമ്മുടെ സൈനിക ശേഷി വലിയ കരുത്താർജിച്ചിരിക്കുന്നു, പാകിസ്ഥാനിലെ ആളുകൾ മോദി എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നു, അങ്ങനെ സ്വന്തം പേരുപയോഗിച്ചുകൊണ്ട് രാജ്യം സൈനികമായി വലിയ മുന്നേറ്റം നടത്തുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ പേര് കേട്ടാൽ പാകിസ്ഥാനിൽ കയ്യടിയാണ്, അത്തരം വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഊന്നൽ. പക്ഷേ കോൺഗ്രസ് ആവട്ടെ ന്യായ പദ്ധതിയൊക്കെ കൊണ്ടുവന്ന് പട്ടിണി മാറ്റാൻ, മിനിമം വരുമാനം ഉറപ്പാക്കാൻ ഒക്കെ ശ്രമിക്കുന്നു. ഇപ്പോൾ 60 വർഷം ഭരിച്ചവർക്ക് അത് ഇപ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചോദ്യം താങ്കൾ സ്വാഭാവികമായും ചോദിക്കും. പക്ഷെ അത്തരമൊരു സാധനം ഇപ്പോഴും അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നത് അത് അവതരിപ്പിക്കാൻ ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ്. ആ സ്പേസ് ഉണ്ടാക്കിയത് മോഡിയാണ്. അതിനെക്കുറിച്ച് പക്ഷേ മോഡി മിണ്ടുന്നുമില്ല. അതെന്താണ് അങ്ങനെ? ജനാധിപത്യം, മതേതരത്വം, ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഭരണഘടന പോലും ഒറ്റയ്ക്ക് മാറ്റിമറിക്കാനുള്ള ഭൂരിപക്ഷവുമായിട്ടാണ് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത്. ബേക്കാരി ഹട്ടാവൂ, ഗരീബി ഹട്ടാവൂ. ഈ നാട്ടിലെ പാവപ്പെട്ടവനെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന കുറേ മുദ്രാവാക്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇന്ത്യയിൽ എന്തുണ്ടായി? രാഹുൽ ഗാന്ധിയുടെ സാക്ഷ്യപ്പെടുത്തിയ പ്രസ്താവനകളുണ്ട്. 5 വർഷം മുമ്പ് 40 കോടി കുടുംബങ്ങൾ ഇന്ത്യയിൽ ദാരിദ്ര്യക്ക് താഴെയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കാമെന്ന് പറയുന്ന 25 കോടിയുടെ കണക്ക് പറയുമ്പോൾ അത് അവർ തന്നെ തെറ്റാതെ സമ്മതിക്കുകയാണ് ഒരു ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഭരണഘടനയിൽ മതേതരത്വം എഴുതി ചേർക്കേണ്ടി വന്നത് നിരവധി വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ്. രണ്ടാമത് എൻ്റെ സുഹൃത്ത് സജീഷ് പറയുന്നത് BJPയോട് മൃദു ഹിന്ദുത്വത്തോട് മത്സരിക്കുന്ന കോൺഗ്രസ്. ഈ കോൺഗ്രസ് തന്നെയാണോ ഇപ്പോഴും നിങ്ങൾ മതേതരത്വത്തിൻ്റെയും രാജ്യത്തിൻ്റെ നേതൃത്വവും കണ്ട് കോൺഗ്രസിൻ്റെ പുറകെ പോകുന്നത്? തകരുന്നു BJP. 25 കൊല്ലം മറ്റൊരുത്തനെ അടുപ്പിക്കാത്ത ഭരിച്ച ത്രിപുരയിൽ മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല. കരുത്തുണ്ടായി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ BJP മത്സരിച്ചത് പ്രതിപക്ഷവും കോൺഗ്രസും രണ്ടായിട്ടല്ലേ? ഈ BJP ദുർബലമാണെങ്കിൽ, ഈ വാദഗതികളൊക്കെ സത്യസന്ധമാണെങ്കിൽ, ഇന്ത്യൻ എക്കോണമി പരാജയമാണെങ്കിൽ, തൊഴിലില്ലായ്മ രൂക്ഷമാണെങ്കിൽ, ഭാരതം പുറകിലേക്കാണെങ്കിൽ എന്തിന് ഇവർ രണ്ടുപേരും സഹകരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു? അല്ല, അതിനകത്ത് സജീഷ് പറഞ്ഞൊരു പോയിന്റ്, അതൊരു വ്യതിചലനമാണ്. അത് കറക്റ്റീവ് ഫോഴ്സായി ലെഫ്റ്റിന് നിൽക്കാൻ കഴിയുമെന്നാണ്. സമ്മതിക്കുന്നുണ്ട്. അപ്പൊ കോൺഗ്രസ് നയങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ മധ്യപ്രദേശിലെ കോൺഗ്രസ് അല്ല യഥാർത്ഥ കോൺഗ്രസ്. അത് നിജേഷ് പറയുന്ന ഉത്തരമാണ്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി AK ആന്റണി ഇറങ്ങിപ്പോകുമ്പോൾ എന്താ പറഞ്ഞത്? പ്രതിരോധ മേഖലയ്ക്ക് ആയുധങ്ങൾ വാങ്ങാനുള്ള പണമില്ല നമ്മുടെ കയ്യിൽ. അതില്ലാത്തത് കൊണ്ട് നമ്മൾ പല പദ്ധതികളും മാറ്റിവെക്കുന്നു. അത് പറയുന്നിടത്ത് ഇപ്പോൾ ആയുധവും പടക്കവും നമ്മൾ കൂടുതൽ വാങ്ങുന്നു പറയുമ്പോൾ എവിടെ നിന്നെങ്കിലും എക്കോണമിയിൽ ക്യാഷ് വന്നിട്ടുണ്ടല്ലോ. രണ്ടാമതിൻ്റെ സുഹൃത്ത് ഇവിടെ നേരത്തെ പറഞ്ഞു GSTയും നോട്ട് നിരോധനവും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സജീഷേ, കോഴിക്കോട് മേയറുടെ അഭിപ്രായം ഇതാണോ? നിങ്ങളുടെ ധനകാര്യമന്ത്രിയുടെ അഭിപ്രായം GSTക്ക് അനുകൂലമാണോ എതിരാണോ? ഇപ്പോൾ അല്ല, ഇപ്പൊ അത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. തകർത്തി വിട്ടതാണ് നോട്ട് നിരോധനം. രാജ്യത്ത് തൊഴിലില്ലായ്മ എത്രമാത്രം രൂക്ഷമാണെന്നതിന്റെ കണക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ കേന്ദ്ര ലേബർ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 2014-15 വർഷത്തിലും 1.55 ലക്ഷം തൊഴിൽ നിങ്ങൾ നൽകി. എന്നാൽ നിങ്ങളുടെ വാഗ്ദാനം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു. 5 വർഷം കൊണ്ട് 10 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് രണ്ടാമത് 2015-16 2.31 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ എന്തുകൊണ്ട് പിന്നീടുള്ള 3 വർഷത്തെ ടേൺ ഓവർ പുറത്തുവിട്ടില്ല? കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് അത് പുറത്തുവിടാൻ കഴിയുന്നില്ല? മാത്രമല്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. IT മേഖലയിൽ 3 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. ടെലികോം മേഖലയിൽ 40,000-ന് 2018-19 റിലയൻസ് കമ്മ്യൂണിക്കേഷൻ പുറത്തുവിട്ട കണക്കാണ് പറയുന്നത്. ഷുഗർ മില്ലുകൾ രാജ്യത്ത് മുഴുവൻ അടച്ചുപൂട്ടി. എത്ര എണ്ണം പൂട്ടിയെന്നറിയോ? 12,000-ഓളം ഷുഗർ മില്ലുകൾ അടച്ചുപൂട്ടി. ടെക്സ്റ്റൈൽസ് രംഗത്ത് 18% തൊഴിലവസരങ്ങൾ ഇല്ലായ്മ ചെയ്തു. സിമന്റ് ഇങ്ങനെ എണ്ണി 2 കോടി തൊഴിലവസരങ്ങൾ പ്രതിവർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ഒരു സർക്കാരിന്റെ കാലത്ത് ജോബ് ലോസ് ഉണ്ടാവുകയാണ്. താങ്കൾ റിലയൻസിന്റെ കണക്കാണ് പലപ്പോഴും ഉദ്ധരിച്ച് പുറത്തുവിട്ടത്.
റിലയൻസ് ആണ് ഇപ്പോഴത്തെ സർക്കാർ എന്നുള്ളതാണ് പ്രശ്നം. റിലയൻസ് തന്നെയാണ് സർക്കാർ. 2 കോടി തൊഴിലവസരങ്ങൾ പോയിട്ട് 1 കോടി കൊടുത്തതിന്റെ കണക്കുണ്ടോ? ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ് അത്. നിങ്ങളുടെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പത്രികയല്ലേ? നിങ്ങൾ പ്രിന്റ് ചെയ്ത ഏതോ പുസ്തകമാണ് മാഷേ. അത് നിങ്ങൾ പ്രിന്റ് ചെയ്ത ഏതോ പുസ്തകമാണ്. ബിജെപിയുടെ മോദിയുടെ ചിത്രം വെച്ച് നിങ്ങൾ പ്രിന്റ് ചെയ്ത ഒരു പുസ്തകമാണ്. ഇവർ പ്രധാനമായും വോട്ട് അഭ്യർത്ഥിക്കുന്നത് രാജ്യസുരക്ഷ, സൈനിക ശക്തി, അതുപോലെ തന്നെ വികസനം. ഈ 3 കാര്യം പൊള്ളയാണെന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിർത്തിയിലെ പോരാട്ടം മാത്രമല്ല, പത്താൻകോട് ഇങ്ങ് ഇറങ്ങി വന്ന് പൊട്ടിക്കപ്പെട്ടിട്ടുള്ളത് BJPയുടെ സൈനിക ശക്തി പറയുമ്പോഴാ നമ്മൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വസ്തുതയല്ലേ. കുറേ ചർച്ചകൾ TV-യിലൂടെയൊക്കെ നടത്തിയിട്ടുള്ളതാ. അതുപോലെ തന്നെ വികസനത്തിന്റെ കാര്യം നിങ്ങളിവിടെ പറഞ്ഞുവല്ലോ. നിങ്ങളുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്നിടത്താണ് ഓക്സിജൻ പോലും കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിലേക്ക് വാ. നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കണക്കിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞവരാ നിങ്ങൾ അല്ലേ? ഞങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായി കണക്ക് വെച്ച് പറയാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ് ഇവിടെ PSC-നെ മുമ്പ് 5 കൊല്ലം നോക്കുകുത്തിയായിരുന്നു. PSC-യിൽ എത്ര ആയിരങ്ങൾക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത് എന്ന് സർക്കാരിന്റെ കണക്കുണ്ട്. ഞങ്ങൾക്ക് കണക്കിൽ വിശ്വാസമാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കണക്കിൽ വിശ്വാസമാണ്. BJP-ക്കും സംഘപരിവാരത്തിനുമാണ് താങ്കളുടെ മറുപടി. നിങ്ങളും ഞാനും വിശ്വസിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഈ രാജ്യത്ത്. ഇന്ത്യയിൽ ജനാധിപത്യം പൂത്തുലയുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നിടത്തോളം കാലം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ താങ്കൾ ഈ പറയുന്നതൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിൽ എന്തുകൊണ്ട് 26 കൊല്ലം ഭരിച്ച ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങി? താങ്കളുടെ ചില കണക്കുകൾ ഞാൻ പറയാം. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് മൊബൈൽ ഫോൺ ഉൽപ്പാദനത്തിൽ നമ്പർ 1 ആയി ഭാരതം. പഞ്ചസാര ഉൽപാദനത്തിൽ സർ താങ്കൾ പറയുന്ന കണക്കല്ല, നമ്പർ 1 ആണ് ലോകത്തിൽ. എനിക്കറിയില്ല സർ, ഒന്ന് പറയാ ഒന്ന് പറയട്ടെ. ആ സുഹൃത്ത് നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കണക്ക്, ഇന്ത്യയിലെ പഞ്ചസാര മില്ലുകൾ മുഴുവൻ പൂട്ടിയതാ. എനിക്കറിയില്ല ആകാശത്തുനിന്ന് പെയ്തിറങ്ങിയിട്ടാണോ ലോകത്ത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കാൻ അമ്മ മര്യാദ എന്താ കാണിക്കാത്തെ? ഫിഷറീസ് മേഖലയിൽ ലോകത്തിൽ നമ്പർ 2, വൈദ്യുതി ഉൽപാദനത്തിൽ ലോകത്തിൽ നമ്പർ 3, ഓട്ടോമൊബൈൽ മാർക്കറ്റിലെ കാര്യത്തിൽ നമ്പർ 4, അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയിൽ 10ാം സ്ഥാനത്ത് നിന്നും ഉള്ളത് 6ാം സ്ഥാനത്തേക്ക് എത്തി. മാഷ് വായിക്കുന്നത് BJP വോട്ടിംഗ് നിലവാരത്തിൽ പുറത്താക്കിയിട്ടുള്ള പത്രികയാണ്. മോഡി അതിന് BJPയുടെ തെരഞ്ഞെടുപ്പ് പത്രികയാണത്. കേരളത്തിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് പോകണ്ട. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കഴിഞ്ഞ 60 വർഷം കൊണ്ട് എത്ര രൂപയുടെ ഡെവലപ്മെന്റ് നടന്നു? ഇപ്പൊ കോഴിക്കോട് നടക്കുന്ന ഡെവലപ്മെന്റ് എത്ര കോടി രൂപയുടേതാണ്? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ സർക്കാരിന്റെ വികസനമാണ്. പ്രിയപ്പെട്ട മാഷ, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗോരഖ്പൂരിലെ യോഗി ആദിത്യനാഥിന്റെ മണ്ഡലം ഉണ്ടല്ലോ, അവിടെ ഓക്സിജൻ കൊടുക്കുന്നത്. അവിടെ ഓക്സിജൻ ഇല്ല. നല്ലൊരു ആശുപത്രി കേരളത്തിലേക്ക് വരണം. ഞാനതല്ല പറഞ്ഞത്. അമൃത് പദ്ധതി മേയർ പറയട്ടെ, അമൃത് പദ്ധതിയിൽ കിട്ടിയ കോടികളുടെ ഫണ്ട് വിടുന്ന അതും കേരളമാണോ? എത്ര കോടി കണക്കുണ്ടോ? 600 കോടി രൂപ. മെഡിക്കൽ കോളേജ് ബാക്കി പിടിച്ചുകൊണ്ട് പോയവരാണ് എന്നിട്ടാണ് ഇവിടെ പദ്ധതിയുടെ കണക്ക് പറയുന്നത്. വികസനമുണ്ട്, അത് അംഗീകരിക്കുന്നു. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അതല്ല, കോഴിക്കോടിന്റെ MP അത് വാങ്ങിയെടുത്തു. ഞങ്ങൾ ചോദിക്കുന്നത് സുരേഷ് ഗോപിയോ, 2 MP-മാരാണല്ലോ കേരളത്തിൽ നിന്നുള്ളത്. ജയന്ദ്രമാഷോട് ചോദിക്കുന്നത്, ശ്രീ V. മുരളീധരനും ശ്രീ സുരേഷ് ഗോപിയും കേരളത്തിൽ നിന്ന് രാജ്യസഭ MP-മാരായിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോ വേണ്ട, എറണാകുളത്തോ വേണ്ട, തിരുവനന്തപുരത്തോ നിങ്ങൾ ഉണ്ടാക്കിയ പദ്ധതികൾ പറ. അത് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. 2 ജയന്ദ്രമാഷ് പറഞ്ഞ 2 ടിസ്റ്റ്. ജനാധിപത്യത്തെ പോലും ഭരണഘടനയെ പോലും മാറ്റി എഴുതാനുള്ള ഭൂരിപക്ഷമുള്ള MP കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് പുറപ്പെടുന്നു എന്നല്ല പറയേണ്ടത്. ജയന്ദ്രമാഷ് പറഞ്ഞ അടുത്ത വരി 5 വർഷക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾക്ക് 5 വർഷത്തെ ഇങ്ങോട്ടുള്ള നേട്ടങ്ങൾ നോക്കാം. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഓരോ ഘട്ടങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യം നടന്നത് ബീഹാറിൽ
ജനങ്ങൾ നിങ്ങൾക്കെതിരെ വന്നു. CPM പോലും ഒരു പൂർണ്ണമായി നിങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ വന്നു. നിങ്ങൾ അവിടെ രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തിക്കൊണ്ട് വീണ്ടും അധികാരം ഉറപ്പിച്ചു. പഞ്ചാബ് നിങ്ങൾ തൂത്തെറിഞ്ഞു. അതിനുശേഷം കടന്നു വന്ന ഓരോ തെരഞ്ഞെടുപ്പിൽ മേഘാലയയിലും ഗോവയിലും ജനങ്ങൾ നിങ്ങളെ തള്ളി. നിങ്ങൾ അവിടെ കൊണ്ടുവന്നത് എന്താണ്? പണമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒറ്റ വാക്ക് അംബാനി എന്ന് പറയുന്ന ഒരു വാക്ക് ഞങ്ങൾ ഇന്ത്യ രാജ്യം മുഴുവൻ ഓടി നടന്നു പറഞ്ഞു. ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നത് 10, 15, 20 പണക്കാർക്ക് വേണ്ടിയാണ്. അവരുടെ പണം കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവനാണ്. ഇനിയും കരകയറാൻ കഴിയാത്തവനെ കൈപിടിച്ചുയർത്തുമെന്നാണ് പറയുന്നത്. അതിനോട് ഞങ്ങൾ ഇടതുപക്ഷത്തെ സജീഷോട് പറയുന്നു, ഇടതുപക്ഷത്തിന്റെ നയങ്ങളോട്, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിനോട് ഞങ്ങൾ ഇതുവരെ ഏറ്റവും നല്ല സമീപനമാണ് പുലർത്തിയത്. പക്ഷെ ഞങ്ങൾക്കൊരു പ്രയാസമുള്ളത് അത് പ്രയോഗത്തിലേക്ക് വരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങൾ പറയുന്ന വലിയ തോതിലുള്ള ഒരു ഇടതുപക്ഷ നയം പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് ചേരാൻ പ്രയാസമില്ല. പക്ഷെ അത് പ്രയോഗത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളോട് ചേർന്ന് നിൽക്കാത്തവനെ അസഹിഷ്ണുതയോടുകൂടി നിങ്ങൾ ഷുഹൈബിനെ കൊല്ലും, നിങ്ങൾ അരിയിൽ ഷുക്കൂറിനെ കൊല്ലും, നിങ്ങൾ ഫസലിനെ കൊല്ലും. അവിടെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇനി അടുത്തത് സജീഷ് സാമാന്യ മര്യാദ. നിങ്ങൾ മധ്യപ്രദേശിലെ കൊലപാതകത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ പച്ച മനുഷ്യരെ കൊന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിജേഷ് പറഞ്ഞതിൽ തന്നെ കൃത്യമായ മറുപടി ഉണ്ട്. ഇവർ പണവുമായി വരുന്നു, ആ പണം ഞങ്ങൾ വാങ്ങുന്നു. അതാ പ്രശ്നം. കോൺഗ്രസ് പണം വാങ്ങുന്നു. ഞാൻ പറയട്ടെ നിജേഷ്, നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടല്ലോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ എന്നിട്ട് പറഞ്ഞോ. അതായത് BJP പണവുമായി വരുന്നു, വന്നിട്ട് ആരാ വാങ്ങുന്നത്? മേഘാലയയിൽ ആരാ വാങ്ങിയത്? കോൺഗ്രസിന്റെ MLA-മാർ 97 MLA-മാരാണ് വാങ്ങിയത്. ഇപ്പോൾ ഇതുവരെയുള്ള കണക്ക് 97 MLA-മാർ മഹാരാഷ്ട്രയിൽ പോയി. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, മാഷെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ മാഷ് പറഞ്ഞോ, മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറി അല്ല, മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറി പണം വാങ്ങി പോയതല്ലല്ലോ. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, അദ്ദേഹത്തിനെതിരെ നടപടി കൊടുത്തു. അതല്ലല്ലോ മോഡിക്ക് അനുകൂലമായി ഒരു സംസാരം വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു. ഏത് കോൺഗ്രസ്സുകാരന്റെ പേരിൽ ഇവിടെ നടപടി എടുത്തു? ഒരാൾ പാർട്ടി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭയും MLA-മാരും പൂർണ്ണമായിട്ട് മാറുന്നത്. ഈ പണം ആരാ വാങ്ങിയത് കോൺഗ്രസ് ആണ്. ഇപ്പോഴും എന്തിനെ കർണാടകത്തിലെ MLA-മാരെ റിസോർട്ടിൽ താമസിപ്പിച്ചു? എന്തേ ജനതാദളിന്റെ MLA-മാരെ താമസിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമില്ല? അപ്പോൾ പണം കാണുമ്പോൾ കൈ വിറക്കുന്നത് കോൺഗ്രസിനാണ്. നിങ്ങളുടെ നയം തിരുത്തണം. ഈ കാര്യം എന്താ, മഹാരാഷ്ട്രയിലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയോ എന്നെ പോലെയല്ല, കേരളത്തിലെ കോടിയേരി ബാലകൃഷ്ണനെ പോലെയോ പിണറായിയെ പോലെയോ ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ്. നരേന്ദ്രമോദിയുടെ വികസന സജീഷ് ഒന്ന് പറയട്ടെ, നരേന്ദ്രമോദിയുടെ ഒരു പരിപാടിയുടെ ഭാഗമായി സംസാരിക്കുമ്പോൾ വന്ന ഒരു വാചക തെറ്റ്, അതിന്റെ ഭാഗമായി നടപടിയെടുത്ത് അദ്ദേഹത്തെ ഒഴിവാക്കി. നടപടി അദ്ദേഹത്തിന് തെറ്റെന്താ? നരേന്ദ്രമോദി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പുകഴ്ത്തേണ്ട അവസ്ഥയിലെത്തി. സജീഷ് ഇപ്പൊ പതിലിരിക്കുമ്പോ പറ്റില്ല, സ്വാഭാവിക. പക്ഷെ ശരി. പൊതു തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ് ഈ ചർച്ച. മടങ്ങി വരാം ഇടവേള കഴിഞ്ഞ്. പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഏറ്റവും സജീവമായി ചർച്ചയാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുകയാണ് കേരള സമിറ്റ്. വീണ്ടും സ്വാഗതം. കോൺഗ്രസിന്റെ നയം BJP-യുടെ നയം ഒന്ന് തന്നെയാണ്, ഒരു തർക്ക കാര്യത്തിലില്ല. എന്താ കോൺഗ്രസിന്റെ വ്യത്യാസം? വർഗീയ നിലപാടിൽ അവർക്ക് ചെറിയ വിട്ടുവീഴ്ച എടുത്ത് മാത്രമേ ഉള്ളൂ. രണ്ടും തുല്യ സമീപനമാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുന്നേ. ഒരു പൈസ വന്നില്ലല്ലോ, അതിന്റെ വന്നിട്ടില്ല. ഇപ്പൊ കോൺഗ്രസും പറയുന്നു തട്ടിപ്പന്നെയാണത്, തട്ടിപ്പാണത്. കാരണം കോൺഗ്രസ് പറയുന്നു 6000 രൂപ വെച്ചിട്ട് അക്കൗണ്ടിലേക്ക് വരും, 72,000 രൂപ വർഷം വരും. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ്. പറയട്ടെ, തട്ടിപ്പ് തന്നെയാണ്. ഒരു കാര്യം എടുക്കുക, ഇവിടെ BJP പ്രസക്തമല്ല കേരളത്തിൽ. ഒരു തർക്കൂല, ഒരു സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പാ. കോൺഗ്രസ് സഹായിച്ചാൽ മാത്രമേ BJP-ക്ക് സീറ്റ് കിട്ടുള്ളൂ, അല്ല ഇവിടെ BJP-ക്ക് ഒരു സീറ്റ് കിട്ടുന്ന സാധ്യതയില്ല. പക്ഷേ എന്നിട്ട് പോലും ദക്ഷിണേന്ത്യയിലെ BJP ശക്തം കർണാടകയിൽ മാത്രമാണ്, തമിഴ്നാട്ടിലില്ല, ആന്ധ്രയിലില്ല, പോണ്ടിച്ചേരിയില്ല, കേരളത്തിൽ ഒട്ടുമില്ല. ഒരു 3-ാം സ്ഥാനത്താണ് കേട്ടെ പറയട്ടെ. എന്നിട്ട് പോയി രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമെന്ന് പറയുന്നു. കാരണം വെച്ചാൽ ഉത്തരേന്ത്യയിൽ ഉദാഹരണം BJP തന്നെ പറഞ്ഞു പ്രചരിപ്പിച്ചു, അമേഠിയിൽ പേടിയായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പോരുന്നത്. അത് വ്യാപകമായില്ലേ? ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരെ യുദ്ധം നയിക്കുന്നതിലെ പ്രധാനിയായ രാഹുൽ ഗാന്ധി BJP മത്സരിക്കുക പോലും ചെയ്യാത്ത ഒരിടത്ത് വന്നെന്ന് മത്സരിക്കണം എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് എന്താണ്? അതിനെ നിർബന്ധിക്കുകയാണ് നിങ്ങളുടെ ഇവിടുത്തെ നേതാക്കൾ. അദ്ദേഹം അമേഠിയിൽ നിന്ന് പേടിച്ചോടുകയാണെന്ന പ്രചാരവേലയ്ക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. എന്തിനാണ് ഈ നാടകം?
ഒരു നാടകവുമില്ല. ഞങ്ങളോട് ഒരു സീറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു, നമ്മളൊരു സീറ്റ് സെലക്ട് ചെയ്തു. ആ സീറ്റിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഐക്യജനാധിപത്യത്തിനോട് 20 സീറ്റുമായി മുന്നോട്ട് പോയപ്പോൾ CPM എടുത്ത ആദ്യത്തെ ഒരു സംസാരം, ആദ്യത്തെ പ്രചരണം കേരളത്തിൽ ലീബി സഖ്യമാണ്, കോൺഗ്രസും ലീഗും BJPയും സഖ്യമാണ്. അതല്ല എന്നുള്ളത് ഞങ്ങൾക്ക് തെളിയിക്കണം. ഞങ്ങൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ നിങ്ങളിത് പറയോ? രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJP ഇല്ലാത്ത ഒരു മണ്ഡലത്തിലാണോ? രാഹുൽ ഗാന്ധി മത്സരിക്കുക കോൺഗ്രസിന്റെ ഏത് സീറ്റിലും മത്സരിക്കും. അത് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതുകൊണ്ടാണല്ലോ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അതിനൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ച സമയത്ത് ഒരു മണ്ഡലം സെലക്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ വയനാട് സെലക്ട് ചെയ്തു. ഞങ്ങൾക്ക് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എവിടെ മത്സരിക്കണമെന്നും എവിടെ തീരുമാനിക്കണമെന്നുമുള്ള ഒരു മെഷീനറി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് കേവലം ഇട്ടാവട്ടം 4 45 സീറ്റല്ല നോക്കേണ്ടത്. ഞങ്ങൾക്ക് 500-ലധികം സീറ്റുകളിലേക്ക് ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. യാതൊരു സംശയവും അതിൽ ഞങ്ങൾ ചോദിക്കട്ടെ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൽ ഒരു സീറ്റിൽ മത്സരിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? രാഹുൽ ഗാന്ധിയുടെ വരവിനെ അവിടെ CPM-ന്റെ ദേശീയ നേതൃത്വം എതിർക്കാണ്. ഇപ്പൊ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുക, മുല്ലപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ പേടിക്കുന്നത്? നിജേഷ്, നിങ്ങളുടെ KPC പ്രസിഡന്റ് പറയാണ് രാഹുൽ ഗാന്ധിയുടെ വരവിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നതിന് കാരണം CPM ആണ്. ചെറുവറ്റ എന്ന് പറയുന്ന കുന്നമംഗലം നിയോജകമണ്ഡലത്തിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നേരിട്ട് കേട്ടാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയോട് വരാതിരിക്കാൻ വേണ്ടി സൗഹൃദത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ പറയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു പരിഭവം പറച്ചിലുമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പത്രങ്ങളോട് പറയോ? തീരുമാനിക്കാൻ കരുത്തുള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിൽ അവർ പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കട്ടെ, സിമ്പിൾ അല്ല, അപ്പൊ അതിലെ വസ്തുത എന്തുമാവട്ടെ, പക്ഷെ CPM അത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? അത് എന്ത് മെസ്സേജാണ് കൊടുക്കുക? ഒരു ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ഇടതുപക്ഷം ഇതിൽ ശ്രമിക്കുന്നു എന്ന് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പാലക്കാട് ഹൈദരലി ശബ്ദങ്ങളുമായി ഇന്നലെയും സംസാരിച്ചു, എന്നോട് അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല, അതുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. രണ്ടാമത്തെ കാര്യം ചോദിച്ചു, ഇടതുപക്ഷം ഇതിൽ നിലപാടെടുക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ പറഞ്ഞു, ഡൽഹിയിലെ ഇടതുപക്ഷം അതിന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയേണ്ടത് നിങ്ങളാണ്. ഇല്ല, ഞങ്ങൾ ചോദിക്കട്ടെ കേരളത്തിലെ അല്ല, അത് മതിയെന്നല്ല സജീഷ് മത്സരിക്കണോ വേണ്ടയോ എന്ന് AKG സെന്ററിലാണ് തീരുമാനിക്കുന്നത്. മുല്ലപ്പള്ളി പറയട്ടെ എന്ന് സജീഷ് കോൾമയിൽ കൊള്ളുന്നതിൽ യാതൊരു പ്രയാസമില്ല. അഖിലേന്ത്യാ സെക്രട്ടറിക്ക് സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിവില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ. ഞങ്ങൾ അഖിലേന്ത്യാ പഠിപ്പിക്കേണ്ട. എന്തിനാ വെറുതെ സജീഷും നിജേഷും ഇവിടെ കിടന്ന് ഈ ആരോഗ്യം കളയുന്നത്? ഇതൊരു യാഥാർത്ഥ്യമാണ്. CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. അൻവറിന്റെ വളരെ വ്യക്തമായ പ്രസ്താവനയുണ്ട്. അതോ ഒന്ന് പറയാൻ സമ്മതിക്കൂ സാർ. കേൾക്കുന്നേ. രണ്ടാമത്തത്, അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ എത്ര മണ്ഡലത്തിൽ CPM മത്സരിക്കുന്നുണ്ട്? ഒരു കാര്യം സത്യമാണ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഇവർ തമ്മിൽ ഒരു സൗഹൃദ മത്സരം. കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. 2004 ആരായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? നിജേഷുമാണ് മറുപടി പറയാലോ. 2004 ആരായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പേര് ഈ രാജ്യം കേട്ടിരുന്നോ? നിങ്ങൾ 1991 മുതൽ ഏറ്റവും കൂടുതൽ എതിർത്ത പേരുകളൊന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റേത്. സാമ്പത്തിക നയങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ നിങ്ങളാണ് പ്രധാനമന്ത്രിയാക്കിയതെന്ന് നിങ്ങൾ എന്ന് പറയുന്നു. ഞങ്ങൾ ഏത് വിശ്വസിക്കണം? എന്റെ ചോദ്യം 2004
ആരായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ശരി, ശരി, അതേ ശരി. സാഹചര്യമാണ് ഒരു നിലനിൽക്കുന്നത്. ചോദ്യം. അല്ലാതെ ഒരു ചോദ്യം. ആരും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയാണ്. ശരി. സംശയം വേണ്ട. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് കോൺഗ്രസിന് വ്യക്തമായിട്ട് അറിയാം. അത് പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ CPM-ന് അതങ്ങനെ ഒരു നിലപാട് തന്നെയല്ല. എന്നാൽ BJP-യുടെ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. 2014 നിങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയമായി ചോദിക്കപ്പെടേണ്ട ചോദ്യം അതാണ്. അതായത് സാമ്പത്തിക രംഗത്തും അതേപോലെ തന്നെ എന്ത് പോളിസിയാണ് ഇനി വരുന്ന ഗവൺമെന്റുകൾ മുന്നോട്ട് വെക്കേണ്ടത്, മുന്നോട്ട് വെക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം അതിനോട് ചേർത്ത് വെച്ച് ഒറ്റ ചോദ്യം. തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം ഇന്ന് ബാലൻസ് ഉള്ളത് 187 കോടി 95 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്ത് സാധാരണക്കാരനെ കൈപിടിച്ചുയർത്തിയ പദ്ധതി, അദ്ദേഹത്തിന്റെ സംശയത്തിന് മറുപടി കൂടിയാണ് പറയുന്നത്. ഈ രാജ്യത്ത് ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കിയ പദ്ധതിയിൽ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 200 കോടി രൂപ കൊച്ചു കേരളത്തിൽ മാത്രം ബാലൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ വലിയ സംസാരിക്കുന്നത്. ഒരു മറുപടി ജയേന്ദ്ര മഷുദ. അല്ല 200 അല്ല 1300 ചില്ലാണം കോടി ഉണ്ട്. ഒരു ചോദ്യം കൂടി കേരളത്തിലാണ് പറഞ്ഞത്. ജയേന്ദ്ര സാർ പറഞ്ഞല്ലോ, ഇത് കേട്ടിട്ട് മറുപടി പറയാം. സാറിനോട് കൂടി ചോദ്യം ഇതുകൂടെ കേട്ടിട്ട് മറുപടി പറയാം. ജയേന്ദ്ര സാർ പറഞ്ഞല്ലോ സർക്കാരിന്റെ കണക്കല്ല ഫീൽ ചെയ്യുന്നതാണ് പറയാനുള്ളത് പറഞ്ഞല്ലോ. അതിന്റെ എനിക്ക് പറയാനുള്ളത്, ഈ ആൾക്കൂട്ട കൊലപാതകം സർക്കാരിന്റെ കണക്കിലില്ല. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടു. ആൾക്കൂട്ട കൊലപാതകം ഭരണകക്ഷിയുടെ ആൾക്കാരാണ്. കൊല്ലപ്പെടുന്നത് മുഴുവൻ അധസ്ഥിതരും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുമാണ്. ഈ അധസ്ഥിതി ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ജീവൻ രക്ഷയ്ക്ക് എന്തെങ്കിലും ഈ മുന്നണിയിൽ തയ്യാറാവുന്നുണ്ടോ? ഞങ്ങൾക്ക് 35 രൂപയ്ക്ക് 2 രൂപയുടെ അരി വേണ്ട, ജീവിക്കാനുള്ള അവകാശം നിലനിർത്തി തന്നാൽ മതി. നോട്ട് നിരോധനം കൊണ്ട് കാർഷിക മേഖല തകർന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കാർഷിക മേഖല തകർന്നത് ഭരണകക്ഷി ആളെന്ന രീതിയിൽ സാർ പറഞ്ഞത് എന്തുകൊണ്ട് ഒരു മുന്നണിയുടെയും പ്രദേശമധ്യത്തിൽ വരുന്നില്ല? രണ്ട് കാര്യങ്ങളാണുള്ളത്. നോട്ട് നിരോധനം കൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാന മേഖല തകർന്നു എന്നുള്ളതിന് വേറൊരു തെളിവും വേണ്ട. ഇന്ത്യയിലുള്ള ഇപ്പോൾ ഉള്ള പ്രൊഡക്ഷൻ എന്താണ്, കണ്ടീഷൻ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്താൽ മാത്രം മതി. കാരണം അഗ്രികൾച്ചറൽ സെക്ടറിൽ ആളുകൾക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ ആളുകളുടെ കയ്യിൽ ക്രയശേഷി ഇല്ലാതെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുള്ളൂ. വാങ്ങിക്കാൻ കഴിയേണ്ട പൈസ മുഴുവൻ ഗവൺമെൻറ് പിടിച്ചു കൊണ്ടുപോയാൽ സ്വാഭാവികം ഇതിലൊരു പൊളിറ്റിക്സും അല്ല പറയുന്നത്, ഇത് പ്യൂർ എക്കണോമിക്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ക്രയശേഷി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. നിങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് വേറൊരാൾ വിൽക്കുന്ന സാധനമാണ്. വിൽക്കുന്ന സാധനം അയാൾക്ക് വിൽക്കാൻ കഴിയണമെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് നിർബന്ധമായിട്ടും അവരുടെ കയ്യിൽ സാമ്പത്തികമായി തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം GST പോസ്റ്റിലേക്കാണ് ഗോൾ വരാന്ന് പ്രതീക്ഷയില്ലായിരുന്നു. കർഷകർ മോഡിക്കെതിരെ മത്സരിക്കാൻ പോവുകയാണ്. കർഷകർ മോഡിക്കെതിരെ മത്സരിക്കാൻ പോവാണ്. ഒരു കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞു ലക്ഷക്കണക്കിന് കർഷകർ മഹാരാഷ്ട്രയിലേക്ക് മാർച്ച് ചെയ്ത് കാല് തേഞ്ഞ ചിത്രം കാണിച്ചു. പ്രാദേശിക തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ എന്താ അവിടെ ഉണ്ടായത്? അതെ, എത്ര സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടി? അതുകൊണ്ട് കർഷകരുടെ പ്രശ്നമില്ല. അരുണാചൽ പ്രദേശിലും ബീഹാറിലും ഒക്കെ നിങ്ങളുടെ ഗവൺമെന്റ് ഉണ്ട്. അതൊക്കെ ജനങ്ങളുടെ ആകെ ഫീലാണോ? കിസാൻ ലോങ് മാർച്ച് ക്യാമറ ട്രിക്കാണ്. ആ സമരം അത് ക്യാമറ ട്രിക്കാണ്. ഒരു കാര്യം പറയാം, എന്തും വാങ്ങിയെടുക്കാം എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ജനാധിപത്യത്തെ വാങ്ങാൻ BJPക്ക് കഴിയില്ല, ഒരു സംശയവും വേണ്ട. സർ, ഈ നോട്ട് നിരോധവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ധനസ്ഥിതി തകർന്നിരിക്കുന്നു എന്നത് സത്യമാണ്. അത് 90% ജനങ്ങളെ ബാധിച്ചത് കൊണ്ടാണ്. ആ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ആളുകളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു, കാരണം നോട്ട് നിരോധനമാണ്. ഒരു എക്കണോമിക് വിദ്യാർത്ഥി ഞാനൊരു വളരെ ശിശുവാണ് അക്കാര്യത്തിൽ.
ആദ്യം നിങ്ങൾ പറഞ്ഞത് രാജ്യത്തുണ്ടായ മുഴുവൻ കറൻസികളും തിരിച്ചു വരില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എല്ലാം തിരിച്ചു വന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ രാജ്യത്തുള്ള പറയാൻ ബഹളമാക്കല്ലേ പ്ലീസ്, പറയട്ടെ. വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അല്ല, ഈ രാജ്യത്ത് വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ഇതിന് ഉത്തരം വാങ്ങൽ ശേഷി വരില്ല എന്ന് പറഞ്ഞത് കോപ്പറേറ്റീവ് ബാങ്കിൽ, സഹകരണ ബാങ്കിൽ പൈസ വരില്ല എന്ന് പറഞ്ഞതും സഹകരണ ബാങ്ക്. ഒരു സെക്കൻഡ്, വരില്ല എന്ന് മാഷയില്ല, വ്യക്തത. വരില്ല എന്ന് പറഞ്ഞത് ആരാണ്? വരില്ല എന്ന് പറഞ്ഞത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു. 3 ലക്ഷം കോടി വരും. ആ പണം കൊണ്ട് ഇന്ത്യയെ സമ്പൽ സമൃദ്ധമാക്കാമെന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ചർച്ചയിൽ ഇന്നും വിശ്വസിക്കുന്നു. ഞാൻ ഇദ്ദേഹം പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ ക്യാഷും തിരിച്ചു വന്നു. ആ ക്യാഷ് ഇന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ എവിടെയാണ് ക്യാഷ് പോയത്? അത് ഉടമസ്ഥൻ തിരിച്ചു കിട്ടില്ലേ? എന്താണ്, എത്ര സമയം കൊണ്ടാണ്? 50 ദിവസം കൊണ്ട് നേരെയാക്കാം. ഈ സമയത്ത് നോട്ട് നിരോധനം വന്ന സമയത്ത് ഫ്രണ്ട് ലൈൻ നടത്തിയിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു സർവേ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വോള്യൂംസ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലവർ ഗ്രാമപ്രദേശങ്ങൾ, ഇന്ത്യയിലുള്ള ഗ്രാമപ്രദേശങ്ങളെ മുഴുവൻ കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിലുള്ള ഗ്രാമപ്രദേശങ്ങളെ, അഗ്രികൾച്ചറൽ എക്കോണമിയെ, കാർഷിക എക്കോണമിയെ മുഴുവനായിട്ടും തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നോട്ട് നിരോധനം കൊണ്ടുണ്ടായത്. പണം ഇന്ത്യൻ സർക്കുലേറ്റ് ചെയ്ത പണം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടുവോ? ബാങ്കുകൾ ആദ്യം പിടിച്ചു വെച്ചു, തിരിച്ചു കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിലുള്ള പണം 10,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 വാങ്ങിയിട്ട് 1000 തരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 500 തരുന്നു. പിന്നെ 2000 തരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തരുമ്പോൾ എക്കണോമിസ്റ്റിനോട് ഡിജിറ്റൽ എക്കോണമിയെ കുറിച്ച് ഞാൻ ചോദിക്കണ്ടല്ലോ. ഇന്ത്യയിലുള്ള റൂറൽ എക്കോണമി, ഞാൻ പറയട്ടെ, ഇന്ത്യൻ എക്കോണമിയിൽ അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പാവപ്പെട്ട ആളുകൾ, ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ എക്കോണമിയെ കുറിച്ച് ഇന്നത്തെ കാലത്ത്? വാദം മാറിയതിനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യം നോട്ട് നിരോധനം നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി പറയുന്നത് കള്ളപ്പണവും ഭീകരവാദവും നിയന്ത്രിക്കാൻ പൊളിഞ്ഞു വന്നായപ്പോൾ രണ്ടാമതാണ് വരുന്നത് ഡിജിറ്റൽ എക്കണോമി. ഡിജിറ്റൽ എക്കണോമിയെ കുറിച്ച് മോഡി ആദ്യം വാദം മാറ്റിയത് മോഡിയാണ്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെ, ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾക്ക് വാങ്ങുന്നത് ഈ BJPക്ക് ക്രയശേഷി കുറഞ്ഞിട്ടില്ല. അവർ വാങ്ങാൻ ഇന്നും റെഡിയാണ്. കോൺഗ്രസ് കൊടുക്കാനും റെഡിയാണ്. ആ വാങ്ങൽ കൊടുക്കൽ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുക. 5 മാസക്കാലം മുമ്പ് 5 സ്റ്റേറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 3 സ്ഥലത്ത് BJPയുടെ ഭരണം പോയി. ജനങ്ങളാകെ BJPക്ക് എതിരാണെന്ന് മനസ്സിലായി. മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എന്താ? എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ കർഷക സമരങ്ങളാണ് BJP അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് സഹായകരമായ എന്നുള്ളതാ. മറ്റ് 2 സംസ്ഥാനങ്ങളിൽ നോക്ക്, രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് അധികാരം കിട്ടി. താരതമ്യേന ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത് അവിടെ ഇല്ല. പക്ഷെ അവർ ഉയർത്തിവിട്ട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ജനങ്ങൾ ഏറ്റെടുത്തു, കോൺഗ്രസിന് അനുകൂലമായി. അതേസമയം തെലങ്കാനയിൽ നോക്ക്, മിസോറാമിൽ നോക്ക്, അവിടെ ഒരു പാർട്ടിയുണ്ട്, ഒരു സംസ്ഥാന പാർട്ടിയുണ്ട്. ആ സംസ്ഥാന പാർട്ടി ഉള്ളതുകൊണ്ട് ജനങ്ങൾ വോട്ട് കേന്ദ്രീകരണം കോൺഗ്രസിനുമല്ല BJPക്കും അല്ല വന്നിട്ടുള്ളത്. അവിടെ പുതിയതായ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മഹാരാജ്യത്ത് അതിന് ജനാധിപത്യ രീതിയിൽ, മതേതര രീതിയിൽ ഒരു ഗവൺമെന്റ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവിടെ കോൺഗ്രസിന് നമുക്കറിയാം എത്ര കൂട്ടിയാ എത്ര കിട്ടാൻ പോകുന്നു നമുക്കറിയാം. നടക്കില്ല എന്ന് നിങ്ങളുടെ പാർട്ടി യോഗത്തിൽ പറയാം. അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, റോള് പറയാം. ഞങ്ങൾ ഒരു കാര്യം രാജീവ് ഗാന്ധി പറഞ്ഞു, പിന്നെ ഓരോ പഞ്ചായത്തിലും ഒരു ഫാക്ടറിയിൽ ഒരാൾക്ക് ഒരു വീട്ടിൽ ജോലി. ആർക്കെങ്കിലും കിട്ടിയോ നിജേഷേ? പിന്നെ അതുപോലെ തന്നെ ഗരീബി ഹട്ടോ പറഞ്ഞു, നടന്നോ നിജേഷേ? ഇന്ത്യ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ സജീഷ് ഉൾക്കൊള്ളുന്നില്ല. എവിടെ സജീഷ് പറയുന്നത്? സജീഷ് ആ രീതിയിൽ നിങ്ങൾ ഇടതുപക്ഷ വഴക്കുവാദം പറയുന്നത്. നിങ്ങൾ ഏത് കാലത്തും മാറ്റങ്ങളോട് ഈ രാജ്യത്ത് ഞങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്. ബഹുമാനിച്ച് ഇന്ത്യ രാജ്യത്തെ മാറ്റങ്ങൾ മുഴുവൻ പലപ്പോഴും
വർഷങ്ങളായി തല്ലി തകർത്ത ആളുകളാണ് നിങ്ങൾ. ഓരോ ഘട്ടത്തിലും CPM റോൾ എന്താണ്? മൊത്തത്തിൽ മത്സരിക്കുന്നത് 40 സീറ്റിലല്ലേ നിങ്ങൾ മത്സരിക്കുന്നുള്ളൂ? നിങ്ങൾ ഇപ്പൊ തന്നെ ഇന്നലെ വരെ പ്രഖ്യാപിച്ച സീറ്റിൽ മത്സരിക്കുന്നത്. ഇന്നലെ വരെ പ്രഖ്യാപിച്ചത് മറ്റിടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസ് അത്ര പ്രഖ്യാപിച്ചു. ഞാൻ അങ്ങോട്ട് പറയാം. മറുപടി പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞതിൽ വ്യക്തമാണ്. ഞാൻ മറുപടി പറയാം. ഓരോ സംസ്ഥാനങ്ങൾ എടുക്ക്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 12 സംസ്ഥാനങ്ങൾ, കേരളം മുതൽ ഉത്തർപ്രദേശ് വരെ എടുക്കാം. 20 മുതൽ 80 വരെ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനങ്ങൾ. കേരളത്തിൽ 20 ഉണ്ട്, ഉത്തർപ്രദേശിൽ 80 ഉണ്ട്. 408 ലോക്സഭാ സീറ്റ് വരും. അവർ നിർണ്ണയിക്കും ഇന്ത്യ ആര് ഭരിക്കണമെന്ന്. അതിൽ 80 ഉള്ള ഉത്തർപ്രദേശ് ആരാ നിർണ്ണയിക്കുക? BJP തോൽക്കും ദയനീയമായി. പകരം ആര് വരും? കോൺഗ്രസ് വരുമോ? കോൺഗ്രസ് അല്ല. ഞാൻ പറയട്ടെ, ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഒരു നിമിഷം ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഞാൻ ഏതായാലും അദ്ദേഹം ചോദിച്ചു, അതിന്റെ കൃത്യമായ ഒരു ഹാഫ് സഖ്യം. പശ്ചിമ ബംഗാൾ എടുക്ക്, ആന്ധ്ര എടുക്ക്, തമിഴ്നാട് എടുക്ക്, ഇങ്ങനെ എല്ലാം എടുക്കുമ്പോൾ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന 3 സംസ്ഥാനങ്ങൾ മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തുമാണ്. പ്രിയപ്പെട്ട പഞ്ചാബ് ഞാൻ പറഞ്ഞത് 20-ൽ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 20 സീറ്റുള്ള സംസ്ഥാനങ്ങളാണ്. 408 സീറ്റുകൾ. അതായത് പഞ്ചാബ് അല്ല, ഞാൻ 20-ന്റെ പഞ്ചാബ് ഉണ്ട്, 3 സ്റ്റേറ്റുകൾ. പറയട്ടെ നിജേഷ്, ഞാൻ പറഞ്ഞ പ്രധാനമായും നേരിട്ടുള്ള ഘടകകക്ഷികളില്ലാത്ത നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. ആ ഏറ്റുമുട്ടൽ നടക്കുമ്പോ പ്രിയപ്പെട്ട നിജേഷെ, തെരഞ്ഞെടുക്കപ്പെടുന്ന MP-മാർ അവർ BJPയിലേക്ക് പോകാതെ നോക്കുക. അഗർത്തലയിലെ രാജീവ് ഗാന്ധി പ്രതിമ തല്ലി തകർത്ത അതേ വ്യക്തിയാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലെനിന്റെ പ്രതിമ തല്ലി തകർത്തത്. നിങ്ങൾ റിക്രൂട്ട് ചെയ്തത് സാധാരണ അണികളെയാണ്. 68 CPM ഓഫീസ് ഇന്ന് BJP ഓഫീസാണ് ത്രിപുരയിൽ. നിങ്ങളുടെ ഫാസിസമാണ് നിങ്ങളെ തകർക്കുന്നത്. ജയചന്ദ്ര സാറോട് ഞാനൊരു വ്യക്തി എന്നുള്ള എനിക്ക് രാഷ്ട്രീയം കാര്യമായിട്ടില്ല. പക്ഷേ ഇവിടെ നോട്ട് നിരോധനം നടന്ന സമയത്ത് BJPയെ ഞാൻ എൻ്റെ മനസ്സിൽ അഭിനന്ദിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഞാനൊക്കെ അനുഭവിച്ചത് 10 സെൻറ്റ് സ്ഥലം വാങ്ങാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ മീഡിയേറ്റർമാർ കാണിച്ചിരുന്ന കള്ളത്തരങ്ങൾ അതൊന്ന് നിർത്തുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ഇന്നത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ ആ നോട്ട് നിരോധനത്തിന് ശേഷം ആ ബിസിനസ്സുകളെ നിന്ന് പോയി ആ രംഗത്ത് താഴ്ച വളർന്നിരിക്കുന്ന സംഘങ്ങൾ ഇന്ന് പൊളിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ സമ്മതിക്കാം. അങ്ങനെയാണെങ്കിലും BJPയെ ഇന്ന് എന്നെ പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഭയപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ കാണുന്ന ഈ പശുവിനെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ വന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കൊലപാതകത്തിൻ്റെ ഒരു ചിത്രമാണ്. നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇന്ത്യ പൗരന്മാരായ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് നിങ്ങളുടെ പ്രകടനത്തിൽ അടിച്ചിറക്കിയിരിക്കുന്നത്? ആദ്യമായി അടിച്ചുകൊല്ലൽ കേസ് BJPയിൽ ചാർത്തിയത് അഖിലാഖിൻ്റെ കൊലപാതകമാണ്. അതിൻ്റെ പ്രതികൾ ആരാണ്? ഒരു BJP പ്രവർത്തകനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ സമുദായത്തോട് പരസ്യമായിട്ട് വന്നിട്ട് ഞാൻ മാപ്പ് പറയാം. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അഖിലാഖിന്റെ കൊലപാതകി ആ കേസിൽ അകത്തായ ആളുകൾ പുറത്തു വന്നപ്പോൾ സ്വീകരണം കൊടുത്തതിൽ BJPയുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അവർക്ക് ജോലി കൊടുത്തു. അവർക്ക് ജോലി മനസ്സിലാക്കണം. ഇതൊരു പൂർണ്ണമായും സംസ്ഥാന വിഷയമാണല്ലോ ക്രമസമാധാനം. ആ വിഷയത്തിൽ സമാജ്വാദി പാർട്ടിയാണ്. ഒരു മിനിറ്റ് സർ, സമാജ്വാദി പാർട്ടിയാണ് ഭരിച്ചത്. ആ സമാജ്വാദി പാർട്ടിയിൽ പെട്ട ആളുകളായിരുന്നു അതിൽ ബഹുഭൂരിപക്ഷം മുഴുവൻ ആളുകളും. അന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കേസ് നമ്പറും അവരുടെ രാഷ്ട്രീയ ബന്ധവും വളരെ വ്യക്തമായിട്ട് നമ്മൾ കേരളത്തിൽ തന്നതാണ്. ഇന്ന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ ഉത്തർപ്രദേശിലായാലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലായും ഭാരതീയ ജനതാ പാർട്ടിക്ക് മുൻപോട്ട് പോകാമെന്ന വിശ്വാസം ഇന്ത്യയിലെ ഒരു വിഭാഗത്തെയും അവഗണിച്ചുകൊണ്ടോ അവരെ തമസ്കരിച്ചുകൊണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ മുന്നോട്ട് പോകാനോ അധികാരം തുടരാനോ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറയുന്നു ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനതാ ഔട്ടാകുമെന്ന്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് താങ്കൾ ഈ പറയുന്ന ആശങ്കയാണ് ഉള്ളതെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്താണ് സംഭവിക്കേണ്ടത്? ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്ത്
ഞങ്ങൾ പീഡിപ്പിച്ചോ ഭീഷണിപ്പെടുത്തോ വന്ന ആളുകൾ ഉൾപ്പെടെ തിരിച്ചു പോകണം. പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം. തീർച്ചയായിട്ടും സാർ. കേവലമായ വൈകാരിക വിഷയങ്ങളിൽ മാത്രം ഊന്നിന്നുകൊണ്ടാവരുത് 5 വർഷം കൂടുമ്പോഴുള്ള സുപ്രധാനമായ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് നേട്ടമുണ്ടാകുന്ന, അവരുടെ ജീവിത സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന എന്തിടപെടലുകൾ ഈ പാർട്ടികൾ നടത്തുന്നുണ്ട്, ഈ സർക്കാരുകൾ നടത്തിയെന്ന് വിലയിരുത്താൻ കഴിയണം. അതിനൊപ്പിച്ചുള്ള ചർച്ചകളാണ് സജീവമായി വരേണ്ടത്. അതിനൊപ്പിച്ചുള്ള ജനവിധിയുമാണ് ഉണ്ടാക്കപ്പെടേണ്ടത്. കേരള സമിറ്റ് ഇന്ന് പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.